ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പേരും പെരുമയുമേറെ കുതിക്കുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി. രാജ്യാതിർത്തിക്കുള്ളിൽ സ്ഥാപിതവും 100 കോടിയിൽ താഴെ ടേൺ ഓവറും 10 വർഷത്തിൽ താഴെ പ്രായവുമുള്ള സംരംഭങ്ങളെയാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ സ്റ്റാർട്ടപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു രാജ്യത്തിന്റെ വ്യാവസായിക മേഖലയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഘടകം കൂടിയാണ് ഇവ. മാറുന്ന സാങ്കേതിക വിദ്യകളെ, വിപണി മൂല്യങ്ങളെ, ലോകക്രമങ്ങളെ, ഇഷ്ടങ്ങളെയൊക്കെ ആദ്യം തിരിച്ചറിയാനും നൊടിയിടയിൽ അതനുസരിച്ച് തീരുമാനങ്ങൾ പുനഃക്രമീകരിക്കാനും കഴിയുന്ന സ്റ്റാർട്ടപ്പുകൾ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ വിലപേശൽ ശേഷിയിലും ആഗോളവേദികളിൽ അവർ നടത്തുന്ന ഇടപെടലുകളിലും നിർണായകമായ സ്വാധീന ശേഷിയാണ്. സ്ഫോടനാത്മകമായ വളർച്ചയാണ് നമ്മുടെ രാജ്യത്ത് സ്റ്റാർട്ടപ്പ് മേഖലയിൽ കുറച്ചു വർഷങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് DPIIT അംഗീകൃത സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 2016 കേവലം 500-ൽ താഴെയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് 1.59 ലക്ഷമാണ്. അതിൽ തന്നെ $1 ബില്യൺ മൂല്യമുള്ള യൂണിക്കോണുകൾ രാജ്യത്ത് 100-ലേറെയാണ്. നിലവിൽ ലോകത്തിലെ തന്നെ മികച്ച 3ാമത്തെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയും ഇന്ത്യയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 വരെയുള്ള കണക്കുകൾ പ്രകാരം നേരിട്ടുള്ള 19 ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് ഈ മേഖല നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. രാജ്യത്തെ 70,000-ലേറെ വരുന്ന സ്റ്റാർട്ടപ്പുകളിൽ വനിതകൾ ബോർഡ് ഡയറക്ടേഴ്സാണ്. മാത്രമല്ല രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളിൽ പകുതിയിലേറെ രൂപം കൊള്ളുന്നതും പ്രവർത്തിക്കുന്നതും ടയർ 2-3 നഗരങ്ങളിലാണ്. കേവലം 10 വർഷത്തിൽ താഴെ മാത്രം കാലം കൊണ്ടാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനായത് എന്നത് ഏറെ തിളക്കമേറിയ ഒരു നേട്ടമാണ്. എന്താകും ഇത്തരമൊരു കുതിച്ചുചാട്ടത്തിന് പിന്നിലെ ഇന്ധനം? കേവലം 500-ൽ നിന്നും 1.5 ലക്ഷത്തിലേക്ക് വേഗത്തിൽ വരാൻ നമ്മെ സഹായിച്ച പ്രേരകശക്തി എന്താണ്? അതാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി. ലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഉടൻ തന്നെ രാജ്യത്ത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിന് തുടക്കം കുറിക്കുമെന്ന വാഗ്ദാനം പ്രധാനമന്ത്രി നടത്തിയിരുന്നു. അതിന്റെ പൂർത്തീകരണം എന്ന വണ്ണം 2016 ജനുവരി 16-നാണ് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ കുതിപ്പിന് ഇന്ധനമാകാൻ കഴിയുന്ന രാജ്യമെമ്പാടുമുള്ള യുവതയെ ബന്ധിപ്പിക്കുന്ന പദ്ധതി എന്നാണ് അദ്ദേഹമെന്ന് സ്റ്റാർട്ടപ്പ് ഇന്ത്യ മുന്നേറ്റത്തെ വിശേഷിപ്പിച്ചത്. പിന്നാലെ ജനുവരി 16-നെ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. കഴിഞ്ഞയാഴ്ച പ്രക്ഷേപണം ചെയ്ത മൻ കി ബാത്തിന്റെ അവസാന പതിപ്പിൽ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയിലും മികവിലും പ്രധാനമന്ത്രി ഏറെ സന്തുഷ്ടി പ്രകടിപ്പിച്ചിരുന്നു. कुछ दिन पहले ही स्टार्टअप इंडिया के 9 साल पूरे हुए हैं. हमारे देश में जितने स्टार्टअप 9 साल में बने हैं उनमें से आधे से ज्यादा टियर 2 और टियर 3 शहरों से हैं. कि छोटे शहरों के स्टार्टअप्स में आधे से ज्यादा का नेतृत्व हमारी बेटियां कर रही हैं. नागालैंड जैसे राज्य में पिछले साल स्टार्टअप्स के रजिस्ट्रेशन में 200% से अधिक की वृद्धि हुई है. साथियों, 10 साल पहले जब कोई स्टार्टअप के क्षेत्र में जाने की बात करता था तो उसे तरह तरह के ताने सुनने को मिलते थे. लेकिन अब देखिए 1 दशक में कितना बड़ा बदलाव आ गया. സ്വകാര്യ മേഖലയിൽ മാത്രമല്ല പൊതുമേഖലയിലും മികച്ച വളർച്ചയാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ കൈവരിക്കുന്നത്. മെട്രോ നഗരങ്ങളിലെ AC ഹാളുകളുടെ തണുപ്പിൽ കഴിയുന്നവർ മാത്രമല്ല, മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരും ഇന്ന് അവയുടെ ഗുണഫലം അനുഭവിക്കുന്നു. സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്നവരുടെ സുഖത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ളവ എന്ന മേൽവിലാസം നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ
കുടഞ്ഞെറിഞ്ഞു കഴിഞ്ഞു. സാധാരണക്കാരുടെ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ഇന്ന് നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ. കെ ഡിസ്കിന്റെ സഹായത്തോടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ജെൻ റോബോട്ടിക്സ് എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപിച്ച ജി ഗേറ്റർ ഇതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് റോബോട്ടിക് സൊല്യൂഷൻസിലൂടെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ചലനശേഷി വീണ്ടെടുക്കാനുള്ള അവസരമാണ് ജി ഗേറ്ററും ജെൻ റോബോട്ടിക്സും നൽകുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാക്കുകളിലേക്ക്. സംസ്ഥാനത്ത് ആദ്യമായി, ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായി റോബോട്ടിക് സൊല്യൂഷൻസിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആളുകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ജി ഗേറ്റർ സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ചു. ഒരു വർഷം മുൻപാണ് ഇത് സ്ഥാപിച്ചത്. ആരോഗ്യവകുപ്പ് കെ ഡിസ്കിന്റെ സഹായത്തോടെ ജെൻ റോബോട്ടിക്സ് എന്ന സ്റ്റാർട്ടപ്പ് നിർമ്മിച്ച ജി ഗേറ്റർ ആണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ചത്. ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള, അത്ഭുതാവഹമായിട്ടുള്ള മാറ്റമാണ് ഈ ജി ഗേറ്ററുടെ സഹായത്തോടുകൂടി ചലനശേഷി വീണ്ടെടുക്കുന്നതിനു വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഇതുവരെ 850ഓളം സെഷനുകൾ ഈ ജി ഗേറ്ററിൽ നടത്തിയിട്ടുണ്ട്. ഒരു സെഷൻ ഏതാണ്ട് 20 മിനിറ്റിന് മുതൽ ഒരു 30 മിനിറ്റ്, ചിലപ്പോൾ അതിലധികവുമായിട്ട് നീളുന്നുണ്ട്. ഒട്ടനേകം ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഒരു പുതിയ ചുവടുവെപ്പാണ്. സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ താൽപര്യപ്പെടുന്നവർ അതിനായി ചിട്ടയായ ഗൃഹപാഠം നടത്തേണ്ടതുണ്ട്. ഭാവി ഉപഭോക്താക്കൾ അടങ്ങിയ വിപണിയെ ശരിയായി മനസ്സിലാക്കാനും അതനുസരിച്ച് ഉത്പന്നം, സേവനം എന്നിവയിൽ മാറ്റങ്ങൾ വരുത്താനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്റ്റാർട്ടപ്പുകളുടെ മികച്ച പ്രവർത്തനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സാമ്പത്തികം. മൂലധനമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത ഈ മേഖലയുടെ വളർച്ചയ്ക്ക് അതിനാൽ തന്നെ ബാങ്കിംഗ് മേഖലയുടെ സഹകരണം അത്യാവശ്യമാണ്. 1980കളുടെ മധ്യത്തിലെ ദേശസാത്കരണം മുതൽ കെട്ടുറപ്പുള്ളതും മികച്ചതുമായ ഒരു ബാങ്കിംഗ് സംസ്കാരവും സ്ഥാപനങ്ങളും ഇന്ത്യക്കുണ്ട്. അതിനാൽ തന്നെ വായ്പകൾ ലഭ്യമാക്കുക, ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങി ഒട്ടനവധി സേവനങ്ങളാണ് നമ്മുടെ ബാങ്കുകൾ സ്റ്റാർട്ടപ്പുകൾക്കായി നൽകി വരുന്നത്. എന്നാൽ ഇത്തരം പരമ്പരാഗത സഹായങ്ങൾക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുമായി ചേർന്നുകൊണ്ട് നൂതനവും നിക്ഷേപ സൗഹൃദവുമായ ഏറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ബാങ്കുകൾ ഇപ്പോൾ കാഴ്ചവെക്കുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥ ശ്രീമതി സിന്ധു കുമാരി ബാങ്കുകൾ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന സേവനങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ള ഒരു സംരംഭത്തിന് കൂടുതലായിട്ട് എന്തെങ്കിലും എക്സ്പാൻഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മൂലധനത്തിന് വേണ്ടി ഒരു ബാങ്കിനെ സമീപിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഒരുപാട് രേഖകൾ ബാങ്കുകൾ സാധാരണഗതിയിൽ ആവശ്യപ്പെടും. ആദ്യമായിട്ട് തന്നെ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് സംരംഭം തുടങ്ങുന്നതിനും സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസസ് എല്ലാം മാൻഡേറ്ററി ആണ്. സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ NOC അല്ലെങ്കിൽ ലൈസൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് പൊല്യൂഷൻ കൺട്രോൾ ബോഡി എന്നുള്ള NOC, ഇതുപോലെ മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ചധികം രേഖകളുണ്ട്. അതുപോലെ തന്നെ വേണ്ട ഒരു കാര്യമാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ട് സംരംഭകൻ സമർപ്പിക്കേണ്ടത്. അതിനകത്ത് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ത് തരം ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത്, ആ ബിസിനസ്സിന്റെ സ്വഭാവം എന്താണ്, ആ കാര്യങ്ങളൊക്കെ ഈ പ്രോജക്ട് റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ എന്തുമാത്രം വിറ്റുവരവ് ഈ യൂണിറ്റിന് ഉണ്ടാക്കാൻ പറ്റും, എന്തുമാത്രം പൈസ ലോൺ അടയ്ക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിക്കണം. അതിൽ നിന്നാണ് ബാങ്ക് പഠിച്ചതിന് ശേഷം വായ്പ അനുവദിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ബാങ്കിന് പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ 10 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്ക് ഇപ്പോൾ ബാങ്കുകൾ സെക്യൂരിറ്റി ഒന്നും തന്നെ വാങ്ങിക്കുന്നില്ല. അതിന് മുകളിലേക്കുള്ള വായ്പകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കണം. ഇപ്പോൾ സ്ഥലമോ അല്ലെങ്കിൽ അതുപോലെയുള്ള സമാന രീതിയിലുള്ള സെക്യൂരിറ്റികൾ കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് CGTMSE ഗ്യാരണ്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒരു നിശ്ചിത തുക പ്രീമിയമായിട്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ലോണിനെ സെൻട്രൽ ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു സ്കീമാണത്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയവയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇന്ന് സ്റ്റാർട്ടപ്പുകൾ നൽകിവരുന്ന സേവനങ്ങൾ. വിനോദസഞ്ചാര മേഖലയിലും നിർമ്മിത ബുദ്ധിയിലും അവർ ഏറെ സഹായിക്കുന്നു. ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ ലോകത്തിനു മുൻപിൽ കൊണ്ടുവരുന്നതിൽ ഏറെ പങ്കുവഹിച്ചിട്ടുള്ള ഒന്നാണ് ലക്ഷദ്വീപ് സ്കൂബ ഡൈവിംഗ് അഡ്വഞ്ചർ പ്രൈവറ്റ് ലിമിറ്റഡ്. ലാക് സ്കൂബ ജനറൽ മാനേജർ ഡോക്ടർ സജീദിന്റെ വാക്കുകളിലേക്ക്.
2015 കൂടിയാണ് ലക്ഷദ്വീപ് സ്കൂബ അഡ്വഞ്ചർ എന്ന സ്ഥാപനം തുടങ്ങുന്നത്. 2022 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതും സ്റ്റാർട്ടപ്പ് അക്രഡിറ്റേഷൻ ലഭിക്കുന്നതും. ഒരുപക്ഷെ ലക്ഷദ്വീപ് സ്കൂബ അഡ്വഞ്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും ലക്ഷദ്വീപിൽ തന്നെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് കമ്പനി. ലാക് സ്കൂബ എന്നതാണ് ഞങ്ങളുടെ ബ്രാൻഡ് നെയിം. സ്ഥാപനത്തിൽ ഇന്ന് നേരിട്ടും അല്ലാതെയും 25ഓളം പേര് ജോലി ചെയ്യുന്നു. ലാക് സ്കൂബ മെയിനായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്കൂബ ഡൈവിംഗ് കോഴ്സും അത് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ടൂറിസവുമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിൽ തന്നെ സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ ലക്ഷദ്വീപ് കടലിനോളം തെളിച്ചമുള്ളതും മത്സ്യസമ്പത്തുള്ളതുമായ വേറൊരു സ്ഥലം തന്നെ ഇല്ല എന്നത്. ഒരു ദിവസം മുതൽ 3 മാസം വരെയുള്ള കോഴ്സുകൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇതേവരെയായി 1000-ലധികം പേർ ലാക് സ്കൂബയിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഹാഫ് ബിസിനസ് ഹാഫ് റിലേഷൻ എന്ന തത്വത്തിലൂന്നിയാണ് ഞങ്ങളുടെ കമ്പനി ബിസിനസ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കലാലയങ്ങൾ ഇന്ന് വൻ സ്റ്റാർട്ടപ്പ് ഹബ്ബുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളാകാനല്ല, മറിച്ച് തൊഴിൽ ദാതാക്കളാകാനാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രിയം. ടെക് എംബേഴ്സ് സ്റ്റാർട്ടപ്പ് ഉടമയും 1 പതിറ്റാണ്ടിലേറെയായി കോളേജ് വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിൽ മെന്റർഷിപ്പ് അടക്കമുള്ള പരിശീലനങ്ങൾ നൽകുന്ന ട്രെയിനറുമായ സന്ദീപ് ബി കഥം തരംഗിണിയോട്. ടെക് എംബേഴ്സ് ഒരു എഡ്യൂക്കേഷൻ ടെക്നോളജി പ്ലാറ്റ്ഫോമാണ്. പ്രൊജക്ട് ബേസ്ഡ് പഠനവും മെന്റർഷിപ്പും നൽകി വരുന്ന ഞങ്ങൾ നിലവിൽ AI ബേസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കുറച്ച് വർഷങ്ങളിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി ആൻഡ് മെയിൻ്റനൻസ് മേഖലകളിൽ AI സാങ്കേതിക വിദ്യയുടെ വളർച്ച മൂലം ഇന്ന് പ്രചാരത്തിലുള്ള പല ജോലികളും ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. അതിനാൽ നമ്മുടെ പിള്ളേരെ AIയുടെ സഹായത്തോടു കൂടെ ഇൻഡസ്ട്രി അധിഷ്ഠിത പഠനത്തിൽ പരിശീലിപ്പിക്കുക എന്നതാണ് ടെക് എംബേഴ്സിന്റെ ലക്ഷ്യം. കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് നമ്മൾ സ്റ്റുഡൻസ് ആയിരുന്ന സമയത്ത്, സുരക്ഷിതമായ ഒരു 9 to 5 ജോലിയായിരുന്നു ഭൂരിഭാഗം പേരുടെയും ലക്ഷ്യം. എന്നാൽ ഇന്ന് കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഒരു സംരംഭകനാകുക എന്നത് ഇന്ന് പല വിദ്യാർത്ഥികളുടെയും ലക്ഷ്യമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു മാറ്റം ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഓൺട്രപ്രണേഴ്സിനെ ഇന്ന് ഹീറോസ് ആയിട്ടാണ് കാണുന്നത്. രണ്ടാമത്തേത് സാങ്കേതിക വിദ്യയുടെ പുരോഗതി തന്നെയാണ്. ഇന്നുള്ള ടെക്നോളജി പെനട്രേഷൻ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ എളുപ്പമാക്കിയിരിക്കുന്നു. മൂന്നാമത്തേതും പ്രധാനവുമായി ഞാൻ കാണുന്നത് മാതാപിതാക്കളുടെയും ഗവൺമെന്റിന്റെയും പിന്തുണയാണ്. സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഇന്ന് എളുപ്പമാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംരംഭകരായിട്ടുള്ള കുട്ടികളെ എനിക്ക് നേരിട്ടറിയാം. കോളേജിലെ ഇൻക്യുബേഷൻ സെന്റേഴ്സിന്റെ വളർച്ചയും KSM പോലെയുള്ള സ്ഥാപനങ്ങളുടെ സപ്പോർട്ട് വളരെ മികച്ചതായതുകൊണ്ട് തന്നെ ഇന്ന് കുട്ടികളിൽ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ കണ്ടുവരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൂതന സംരംഭങ്ങളോട് അനുകൂലമായ നിലപാടുകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വീകരിച്ചു വരുന്നത്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നാം കരസ്ഥമാക്കുന്ന നേട്ടങ്ങൾ അത് അടിവരയിടുന്നുമുണ്ട്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ 2022 ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഗുജറാത്ത്, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളവും ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇക്കൊല്ലത്തെ സ്റ്റാർട്ടപ്പ് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഒരു ഭാരത് സ്റ്റാർട്ടപ്പ് ഗ്രാൻഡ് ചലഞ്ചിനും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തുടക്കം കുറിച്ചിരുന്നു. പുനരുപയോഗ ഊർജ്ജം, ആരോഗ്യ പാലനം തുടങ്ങിയ മേഖലകളിൽ രാജ്യം നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഇതിലൂടെ മികച്ച പ്രതിവിധി കാണാൻ കഴിയും എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. സർക്കാർ ജോലികളിലോ പ്രവാസി ജീവിതത്തിന്റെ തിളക്കത്തിലോ അഭിരമിച്ചുകൊണ്ട് വളർന്നു വന്നിരുന്ന ഒരു തലമുറ പഴം കഥയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അടിമയിൽ നിന്നും ഉടമയിലേക്ക്, തൊഴിലാളിയിൽ നിന്നും തൊഴിൽ ദാതാവിലേക്ക് നമ്മുടെ യുവതയുടെ അഭിലാഷങ്ങൾ മാറിക്കഴിഞ്ഞു. ചലനശേഷിയുള്ള ഈ ജനസഞ്ചയത്തിന് ഉചിതമായ മാർഗനിർദ്ദേശം നൽകുക എന്നതാണ് ദിശാബോധമുള്ള ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോലുള്ള പദ്ധതികളിലൂടെ നമ്മുടെ സർക്കാരുകൾ ചെയ്യുന്നതും അതുതന്നെയാണ്. സംരംഭകത്തിന്റെ ചിറകിലേറിക്കൊണ്ട് അഭ്യസ്ത വിദ്യർക്ക് തൊഴിലും വിശക്കുന്നവന് അന്നവും നൽകാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ 9 വർഷം കൊണ്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്വന്തമാക്കിയ നേട്ടങ്ങൾ തിളക്കമേറിയവ തന്നെയാണ്. പക്ഷേ മറക്കാതിരിക്കാം, താണ്ടാൻ ഇനിയും ഏറെ ദൂരം ബാക്കിയുണ്ട്. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9.